ഓർമ്മയില്ലേ? ടെലിവിഷൻ മാത്രമുണ്ടായിരുന്ന 90കളിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും 96-ൽ ഇന്ത്യയിൽ ഉൾപ്പെടെ വേദിയായ ലോകകപ്പും മണിക്കൂറുകളോളം കൂട്ടുകാരുമൊത്ത് ടിവിക്ക് മുന്നിലിരുന്നത്. അതിന് കേട്ട വഴക്ക്, അവിടെ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റും അതിൻ്റെ ഡെലിവറിയും റീച്ചും അസാധാരണമായി മാറിയിരിക്കുന്നു. ഓരോ മത്സരവും നടക്കുന്ന സ്റ്റേഡിയങ്ങളും അതിനോടനുബന്ധിച്ച് വികസിക്കുന്ന എക്കോസിസ്റ്റവും ശ്രദ്ധിച്ചിട്ടുണ്ടോ? താരങ്ങളുടെ മുഖം പതിച്ച ടീഷർട്ടും ഇന്ത്യൻ ജേഴ്സിയും വിൽക്കുന്നവർ, ഫ്ലെക്സും ബോർഡും വിൽക്കുന്നവർ, മുഖത്ത് ചായം പൂശി തരുന്നവർ, കുപ്പിവെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സും വിൽക്കുന്നവർ, കപ്പലണ്ടിയും സ്നാക്സും വലിയ പാത്രത്തിലാക്കി വിൽക്കുന്നവർ, അങ്ങനെ ഓരോ ക്രിക്കറ്റും BCCIക്ക് കോടികൾ കൊണ്ടുവരുമ്പോൾ താഴേക്ക് അങ്ങ് താഴെ ചെറിയ കച്ചവടക്കാരനും വഴിയോര വാണിഭക്കാരനും ഓട്ടോറിക്ഷക്കാരനുമെല്ലാം ഒരു ഉത്സവ സീസണിലെ വരുമാനം അത് കൊണ്ടുവരുന്നു. കളി നടക്കുന്ന സ്റ്റേഡിയത്തിൽ മാത്രമല്ല, ഇന്ന് ഓരോ കളിയും, പ്രത്യേകിച്ച് IPL വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഗാലറിയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോട്ടലുകൾ, കഫേകൾ. കളി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെങ്കിലും ഇന്ത്യയാകെ ആ സ്റ്റേഡിയത്തിൽ എന്ന പോലെ കളിയുടെ കമ്പം പ്രവഹിക്കുന്നു. സിരകളിൽ നിന്നും സിരകളിലേക്ക് പടരുന്ന അസാധാരണമായ ആവേശം. ഒരു ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 14 റൺസ് വേണമെന്ന് സ്ക്രീനിൽ തെളിയവേ മിടിക്കുന്ന ഹൃദയത്തോടെ ഓരോ നിമിഷവും എണ്ണുന്ന 8 വയസ്സുകാരനും 80 വയസ്സുകാരനും. ഹിമാചലിലും അസമിലും ഗുജറാത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഇങ്ങ് കേരളത്തിലും വിദേശത്തിരിക്കുന്ന ഇന്ത്യക്കാരനും എല്ലാം ഒരേ നെഞ്ചിടിപ്പാണ് അപ്പോൾ. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു മതവും ഒരു ജാതിയും ഒരു വികാരവുമേ ഉള്ളൂ അപ്പോൾ. ഇന്ത്യ.